നമസ്കാരം. ഇപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് BJPയിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത. അതിൽ ശോഭാ സുരേന്ദ്രൻ ഒരു വശത്തുണ്ടായിരുന്നു, കെ സുരേന്ദ്രൻ ഒരു വശത്തുണ്ടായിരുന്നു, PK കൃഷ്ണദാസ് ഉണ്ടായിരുന്നു, MT രമേശ് ഉണ്ടായിരുന്നു, സന്ദീപ് വാര്യർ ഒരു വശത്തുണ്ടായിരുന്നു. ഇവരെല്ലാം ആകപ്പാടെ പ്രതിസന്ധിയിലായിരുന്നു. അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്ക് സുരക്ഷിതമായ ഒരിടം കണ്ടെത്താൻ സന്ദീപ് വാര്യർക്ക് സാധിക്കുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ എന്തോ വലിയ ശക്തിയാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് സ്വയമേവ കരുതി പോരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പോയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനാണ് പാർട്ടിയെ പാലക്കാട് പരാജയപ്പെടുത്തിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് എന്നാണ്. ദേശീയ നേതൃത്വത്തിന് ഈ പറയുന്ന പോലെ ഒരു റിപ്പോർട്ട് കൊടുക്കണം. അവലോകന യോഗത്തിന് തൊട്ടു മുമ്പായിട്ടാണ് ഈ റിപ്പോർട്ട് പോയിരിക്കുന്നത്. അതായത് എന്തുകൊണ്ട് തോറ്റു. A ക്ലാസ് മണ്ഡലം എന്ന് പേര് കേട്ട പാലക്കാട് മണ്ഡലത്തിൽ C കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി അതിദയനീയമായി പരാജയപ്പെടാനുള്ള കാരണമെന്ത്? ഇത്തവണ BJP അവിടെ ഒരു സ്ഥാനാർത്ഥി നിർണയിച്ചുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങിയതിൻ്റെ പ്രധാന കാരണം കഴിഞ്ഞ തവണ E ശ്രീധരൻ ഉണ്ടാക്കി വെച്ചതും അതിന് മുൻപ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി വെച്ചതുമായ ഒരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു പാർട്ടിക്ക്. അതുകൊണ്ട് തന്നെ C കൃഷ്ണകുമാറിനെ നിർത്തി അവിടെ ഉറപ്പായും പാർട്ടി പിടിക്കണം, അവിടെ ജയിക്കണം എന്നുള്ള 100% ഉറപ്പിൻ്റെ പുറത്ത് തന്നെയാണ് BJP നിന്നത്. അതുകൊണ്ട് തന്നെ BJPയിലെ പ്രധാനമായും കൊടുത്തിരുന്ന നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വയനാടിനെ കുറിച്ച് ചിന്തിക്കേണ്ട, പകരം പാലക്കാടേക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നായിരുന്നു ദേശീയ നേതൃത്വം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വത്തിന് പോലും വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്ന കേരള നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മണ്ഡലമായി തന്നെ പാലക്കാടിനെ കാണുകയും ചെയ്തു. എന്നാൽ സ്ഥിതി മറിച്ചായിരുന്നു. മുൻപ് വെറും 3000-ൽ ചില്ലുവാനം വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെങ്കിൽ ഇതെന്നാൽ ഷാഫിയുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം അതിൻ്റെ 3 ഇരട്ടിയിലധികമായി ഉയരുകയും ചെയ്തു, 6 ഇരട്ടിയിലധികമായി ഉയരുകയും ചെയ്തു ആണ് നമ്മളവിടെ കാണേണ്ട ഒരു കാര്യം. ന്യൂനപക്ഷ വോട്ടുകൾ അപ്പാടെ എത്തി. അതോടൊപ്പം തന്നെ BJPയുടെ വോട്ട് നിലയിൽ കാര്യമായ ഇടിവും സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാന കാരണക്കാരി ശോഭാ സുരേന്ദ്രനാണ്. അവിടെ ഇപ്പോൾ ശിവരാജൻ എന്ന് പറയുന്ന ദേശീയ കൗൺസിൽ അംഗമാണ്. ഇവരൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ എന്നുള്ള തരത്തിൽ തന്നെയാണ് റിപ്പോർട്ട് പോയിരിക്കുന്നത്. നമുക്കറിയാം ഇവരൊക്കെ ശോഭാ സുരേന്ദ്രൻ ആ സമയത്ത് C കൃഷ്ണകുമാറിൻ്റെ ആദ്യത്തെ കൺവെൻഷനിൽ പങ്കെടുത്തില്ല, റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നില്ല. അന്ന് 70ഓളം ആൾക്കാർ പങ്കെടുക്കേണ്ടടുത്ത് 50-ലധികം ആൾക്കാരുടെ കുറവാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടാക്കി, അല്ലെങ്കിൽ അങ്ങനെ കരടായി മാറാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാന നേതൃത്വം ഇതിപ്പോൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് ഭിന്നിപ്പുണ്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 4 കൗൺസിലർമാരുടെ പേരും പറയുന്നുണ്ട്. ഈ 4 കൗൺസിൽ അംഗങ്ങളും ശോഭാ സുരേന്ദ്രനും ചേർന്ന് നടത്തിയ വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വോട്ട് കുറഞ്ഞത്. അതായത് പിന്തിരിപ്പം പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വോട്ട് കുറഞ്ഞു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഒന്ന് ശോഭാ സുരേന്ദ്രനായിരുന്നു, അല്ലെങ്കിൽ K സുരേന്ദ്രൻ മത്സരിക്കട്ടെ എന്നായിരുന്നു. ഇത് രണ്ടുമല്ലാതെ മറ്റൊരാളെ, അത് നേരത്തെ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ ഒരു നഗരസഭയിലേക്ക് മത്സരം വന്നു കഴിഞ്ഞാൽ ഉടനെ C കൃഷ്ണകുമാർ, പഞ്ചായത്തിലേക്കാണെങ്കിൽ അങ്ങനെ, ഏതൊരു പേര് വന്നു കഴിഞ്ഞാലും നിയമസഭയിലേക്കാണെങ്കിൽ അങ്ങനെ, പാർലമെന്റിലേക്കാണെങ്കിൽ C കൃഷ്ണകുമാർ എന്ന് വെച്ചാൽ ഏതൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവർ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായി ഉയർത്തിക്കാട്ടുന്ന ഒരു പേര് C കൃഷ്ണകുമാർ എന്ന് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെയും തഴഞ്ഞു, അവിടെ ഇപ്പോൾ സന്ദീപ് വാര്യരെ തഴഞ്ഞു. അങ്ങനെ ഈ രീതിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ടും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് C കൃഷ്ണകുമാറിനേക്കാൾ. അപ്പോൾ അങ്ങനെ തന്നെ തഴഞ്ഞുകൊണ്ട് തന്നെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകുന്ന വിഷമങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അങ്ങനെ വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി, വോട്ട് ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നുള്ള തരത്തിൽ പോയിരിക്കുന്നു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയെ ഉറ്റുനോക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതൊന്നും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതകളും ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട്.